ആക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കും. പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും അതിന്റെ അകത്ത് ഉണ്ടാവും. സോ അതില് നമ്മളുടെ ഈ ഒരു തിയറിന്റെ ബേസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് കിടക്കും. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ ഒരു തിരക്കഥയുടെ രൂപത്തിലേക്ക് വരാം. ഇനി സിനിമയായിട്ട് പുറത്തോട്ട് വരുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? തിയറി ആയിട്ട് നമുക്ക് പറയാം. സൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എങ്ങനെയാണെന്നുള്ളത് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ആക്കാം കേട്ടോ. ദെൻ ഐ കാൺ ഹിയർ യുവർ വോയിസ്, സൗണ്ട് ഇല്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ. ഓക്കെ, സോ ഇവിടെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തിയറിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് അത് കിടക്കുന്നത്. എന്താണ് ഇപ്പൊ സിനിമയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും തിയറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു തിയറി, ഇപ്പൊ ഞാൻ നേരത്തെ സൂയിസൈഡ് തിയറിന്റെ കാര്യം പറഞ്ഞു, തിയറി ഓഫ് സൂയിസൈഡ്. ആ ഒരു തിയറി എന്തിന്റെ ബേസിസിലാണ്? സൂയിസൈഡ് എന്നുള്ള ആ ഒരു കണ്ടന്റിന്റെ ബേസിലാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് അവിടെ കിടക്കുന്നത്? സൂയിസൈഡ് ആണ്. സോ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു തിയറിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ അവിടെ ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് സ്പെസിഫിക് ഫിനോമിന ഫോർ അനലിറ്റിക്കൽ പർപ്പസസ് സച്ച് ആസ് പവർ, ഇന്ററാക്ഷൻ ഓർ സോഷ്യലൈസേഷൻ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റും ഡെഫിനിഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഇത് രണ്ടും എന്താണെന്ന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഒരു തിയറിന്റെ. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിനോമിനാസിനെ കുറിച്ച് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ പറയാം. ഡെഫിനിഷൻ ആയിട്ട് വരുമ്പോൾ അതിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിലേക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ ദെൻ ഡെഫിനിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കോൺസെപ്റ്റിന്റെ മീനിങ്സിന് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഇസ് ഡെഫിനിഷൻ. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഈ ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെ കണക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത്? തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. Okay, so it is very essential for connecting concepts and explaining the relationship between them and how events are linked. ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻസ്. ഓക്കെ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്നുള്ളത്. അതിനെ കണക്ട് ചെയ്യാനും അതിന്റെ കൂടെ തന്നെ ഇവ തമ്മിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ വേരിയസ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫോർമാറ്റ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗ ചേഞ്ചസ് ഇൻ വൺ കോൺസെപ്റ്റ് എഫക്ട് അനദർ. ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു ചേഞ്ച് എങ്ങനെയാണ് മറ്റുള്ളതിനെ അവിടെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് ഷോസ് ഹൗ ചേഞ്ചസ് ഇൻ വൺ കോൺസെപ്റ്റ് എഫക്ട് അനദർ. സോ നമുക്ക് കോൺസെപ്റ്റിനെയും ഈ ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെയും ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരുന്നു? ആ ഒരു തിയറിന്റെ ഒരു വൊക്കാബുലറി ആണ് നമ്മളിലേക്ക് തരുന്നത് എന്നുള്ളത് കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാം. അപ്പൊ തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് തരുന്നത്? തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ദാറ്റ് ഫോം ദ കോർ ഓഫ് ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. ആ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിന്റെ കോർ ആയിട്ടുള്ള കാര്യത്തെ അവിടെ എന്ത് ചെയ്യാണ്? അതിന്റെ റിലേഷൻഷിപ്സിനെയും അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫോമാറ്റ് ആണ് ആര് ചെയ്യുന്നത്? തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞപ്പോ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്ക് അത് ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. മലയാളത്തിൽ എഴുതുന്നവർക്ക് ഈ മിസ്സിനൊന്നും മലയാളത്തിലും കൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ ഒരു മലയാളം കൂടി നമുക്ക് പറഞ്ഞാലോ? അതില് നമുക്ക് ആദ്യം പറയാനുള്ളത്, സമൂഹശാസ്ത്രത്തില് ഒരു സിദ്ധാന്തം സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വിശകലന ചട്ടക്കൂട് നൽകുകയും ശാസ്ത്രീയ ആശയങ്ങളിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സോഷ്യൽ ഫിനോമിനാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് യൂസിങ് എ സയന്റിഫിക് മെത്തേഡ്സ്. അപ്പൊ ആശയങ്ങൾ, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആശയങ്ങൾ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അധികാരം, ഇടപെടൽ, സാമൂഹികവൽക്കരണം തുടങ്ങിയ വിശകലന ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രത്യേക പ്രതിഭാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഏതാണ്? നമ്മളുടെ ഈ ഒരു ആശയങ്ങളുടെയും ആ ഒരു അടിസ്ഥാന ഘടകങ്ങളും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ആശയങ്ങളുടെ അർത്ഥം, നിർവചനങ്ങൾ വ്യക്തമാക്കുന്നു. ഡെഫിനിഷൻസ് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? ക്ലാരിഫൈഡ് ആക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇനി അതിലുള്ളത് സിദ്ധാന്തപരമായിട്ടുള്ള പ്രസ്താവനകൾ. ആശയങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും അവ തമ്മിലുള്ള ബന്ധങ്ങളും സംഭവങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശദീകരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഏത്? സിദ്ധാന്തപരമായ പ്രസ്താവനകൾ എന്നുള്ളത്. ഓക്കെ, സോ വിവിധ സിദ്ധാന്തപരമായിട്ടുള്ള ഫോർമാറ്റുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രസ്താവനകൾ ഒരു ആശയങ്ങളെ മാറ്റങ്ങൾ മറ്റൊന്നിനെ
എങ്ങനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തിന്റെ പദാവലി നൽകുന്നു, അതിന്റെ ആ ഒരു കോർ പോർഷൻ നൽകുന്നു. അതേസമയം സിദ്ധാന്തപരമായ പ്രസ്താവനകൾ, സിദ്ധാന്തപരമായ ചട്ടക്കൂടിന്റെ കാതലായിട്ടുള്ള ബന്ധങ്ങളും വിശദീകരണങ്ങളും വ്യക്തമാക്കുന്നു. ഒരു പോയിന്റ് ആദ്യത്തെ യൂണിറ്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ അഗസ്റ്റേ കോംറ്റയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രി ലെവൽ സോഷ്യോളജി നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് എത്ര കാലം നമ്മൾ പഠിക്കുന്നോ അതുവരെയും നമ്മുടെ കൂടെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് ഏത്? അഗസ്റ്റേ കോംറ്റയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അഗസ്റ്റേ കോംറ്റേസ് ലോ ഓഫ് 3 സ്റ്റേജസ്. ഹൗ ഡസ് ദിസ് തിയറി റിലേറ്റ് ടു ദിസ് കോൺസെപ്റ്റ് ഓഫ് പോസിറ്റിവിസം? നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ അത് അറിയേണ്ടതാണ് എന്ന്. വോയിസ് ഓക്കെ ഫൈൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അതിന്റെ അകത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. എങ്ങാനും എക്സാമിന് വരുമ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചതിനേക്കാളും ചിലപ്പോൾ ഈ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ, സോ അതിലെ കോർ കണ്ടന്റ് ആണ് അഗസ്റ്റേ കോംറ്റയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. It is outlining an evolutionary theory of intellectual development, suggesting that society, science and individual minds progress through 3 stages. So, ഈ ഒരു ലോ ഓഫ് 3 സ്റ്റേജസ് അവിടെ ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഒരു ഇവല്യൂഷണറി തിയറി, ദാറ്റ് ഈസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അവിടെ സൊസൈറ്റി, അതുപോലെ സയൻസ്, ഇൻഡിവിജ്വൽ, ഇവരുടെയൊക്കെ മൈൻഡ് പ്രോഗ്രസ് ചെയ്യുന്നത് 3 സ്റ്റേജസിലൂടെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 3 സ്റ്റേജസ് ഏതൊക്കെയാണ്. തിയോളജിക്കൽ സ്റ്റേജ് ഉണ്ട്, മെറ്റാഫിസിക്കൽ സ്റ്റേജ് ഉണ്ട്, പോസിറ്റീവ് സ്റ്റേജ് ഉണ്ട്. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫെറ്റിഷിയസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ബിലീവ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതാണ് തിയോളജിക്കൽ. അപ്പൊ മെറ്റാഫിസിക്കലിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഒരു അബ്സ്ട്രാക്ട് ഫോഴ്സിനെ വിശ്വസിക്കുന്ന, ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഫോഴ്സസിനെയാണ് അവർ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പോസിറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അവിടെ ഒബ്സർവേഷൻസും സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾസും കാര്യങ്ങളുമാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഏതൊക്കെയാണ്? തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ്. തിയോളജിക്കൽ ഏതാണ്? സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ് ആണ്. ദെൻ മെറ്റാഫിസിക്കൽ എന്ന് പറയുമ്പോൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫോഴ്സസിനെ വിശ്വസിച്ചിരുന്ന ഒരു ടൈം പീരീഡ് ആണ്. ദെൻ ദ ലാസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റേജ് ദാറ്റ് ഇസ് പോസിറ്റീവ് സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവേഷന്റെ ബേസിസിലും സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലും കിട്ടുന്ന ആ ഒരു കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ അതിനെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിന് രണ്ടാമത്തത് എന്താണ്? എങ്ങനെയാണ് ഈ തിയറി കോൺസെപ്റ്റ് ഓഫ് പോസിറ്റിവിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? അത് നമുക്ക് നോക്കണ്ടേ? അപ്പോ എനിക്കും ഇഷ്ടമുള്ള പോർഷനാണ് മാം അത്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും ആ ക്വസ്റ്റ്യൻ വരട്ടെ, ഉഷാറായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പൊ ഈ ഒരു ലോ എന്ന് പറയുന്നത് കോംറ്റെന്റെ പോസിറ്റിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. കോംറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആരാ ചെയ്തിട്ടുള്ളത്? അഗസ്റ്റേ കോംറ്റെ. അപ്പൊ കോംറ്റെ വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇവല്യൂഷന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്നുള്ളതിൽ, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്നുള്ള രീതിയിലാണ്. സോ അവിടെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജീസിന്റെ ആ ഒരു അപ്ലിക്കേഷൻസിനെയാണ് ഈ ഒരു സ്റ്റേജിൽ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ്? സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം. സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് അവിടെ കൊണ്ടുവരുന്നത്. സയന്റിഫിക് മെത്തഡോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ എന്ത് കാര്യങ്ങളാണ് ഉള്ളത്? എക്സ്പെരിമെന്റേഷൻ ഉണ്ടാവും, ഒബ്സർവേഷൻസ് ഉണ്ടാവും, കമ്പാരിസൺ ഉണ്ടാവും. അതാണ് അതിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ നേരിട്ട് കണ്ട്, നേരിട്ട് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് എന്താണ് ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ആ ഒരു കോൺസെപ്റ്റിന്റെ അകത്തുള്ളത്. സോ അവിടെ നമ്മൾ സോഷ്യൽ ഫിനോമിന, സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വ്യക്തി അത് പറയണമെന്നുണ്ടെങ്കിൽ ആൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, അതിനെ ഒബ്സർവ് ചെയ്യണം. എക്സ്പെരിമെന്റേഷൻസും കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ അതിൽ നടക്കുമ്പോൾ സയന്റിഫിക്കലി അത് എന്താവുന്നുള്ളൂ? പ്രൂവ്ഡ് ആവുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദ സോഷ്യൽ ഫിനോമിനാസ്. സോ പോസിറ്റിവിസം കോംറ്റെന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? ദാറ്റ് ദ സയൻസ് ഇസ് ഓൺലി വാലിഡ് ഫോം ഓഫ് നോളജ്. സയൻസ് എന്ന് പറയുന്നതാണ് ദ ഓൺലി വാലിഡ് ഫോം ഓഫ് നോളജ് എന്നുള്ളത്. നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ, വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ ആ ഒരു നോളജിനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി പ്രൂവൺ സയന്റിഫിക്കലി. ആൻഡ് സോഷ്യോളജി ഇസ് ഓൺ ദ ബേസിസ്. അതായത് നമ്മളുടെ സൊസൈറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് സോഷ്യോളജി. അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. പോസിറ്റിവിസം
അതുപോലെ ഈ ഒരു ലോ ഓഫ് 3 സ്റ്റേജസ് കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. സോ ദാറ്റ് ഇസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി ഷുഡ് ബി ബേസ്ഡ് ഓൺ എംപിറിക്കൽ എവിഡൻസസ്. സോ അതായത് നമ്മൾ നേരിട്ട് എംപിറിക്കൽ ആയിട്ടുള്ള എവിഡൻസസ് കാര്യങ്ങളെ ബേസിസിലായിരിക്കും നമ്മളുടെ സോഷ്യോളജിയിലും എന്ത് ചെയ്യുന്നത്, അതിൽ നിലനിൽക്കുന്നത്. സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കുന്നു? വിത്ത് യൂസിങ് ദ എംപിറിക്കൽ എവിഡൻസസ് ആൻഡ് ദ ഡിസ്കവറി ഓഫ് സോഷ്യൽ ലോസ് മിററിംഗ് ദ പ്രോഗ്രഷൻ ത്രൂ ദ 3 സ്റ്റേജസ്. നമ്മുടെ സൊസൈറ്റി ഈ 3 സ്റ്റേജസിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ്. ലോ ഓഫ് 3 സ്റ്റേജസ് എന്താ മനസ്സിലായി. ദെൻ ഹൗ ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് പോസിറ്റിവിസം. ക്ലിയർ ആണല്ലോ.